ജെ കുര്യനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സാർവിളി ജെ കുര്യൻ അർഹിക്കുന്നില്ല. ജെ കുര്യന്റെ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലെ പ്രവർത്തനത്തെപ്പറ്റിയും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ജി നൈനാനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, സാർവിളി ജെ കുര്യൻ അർഹിക്കുന്നില്ല. ജെ കുര്യന്റെ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലെ പ്രവർത്തനത്തെ പറ്റിയുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വത, ഇന്ന് ആണ് ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും കോൺഗ്രസിനും നടത്തിയ രൂക്ഷ വിമർശനം വാർത്തയാകുന്നത്. മുമ്പ് ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ്. കാരണം ജെ കുര്യൻ നടത്തിയൊരു വിമർശനം രഹസ്യമല്ലായിരുന്നു. മാത്രമല്ല കോൺഗ്രസിന്റെ സമരസംഗമത്തിലാണ് ജെ കുര്യൻ ഇത്തരം ഒരു വിമർശനം നടത്തി. ഇതിന് പിന്നാലെയാണ്, ഇത് വാർത്തയായതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ജി നൈനാൻ ജെ കുര്യനെതിരെ രൂക്ഷ വിമർശനമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്നൊരു കാര്യം, ജെ കുര്യന്റെ പേര് ജെ കുര്യൻ സാർ എന്ന രീതിയിലാണ് സേവ് ചെയ്തത്. ഇനി സാർ വിളി അർഹിക്കുന്നില്ല എന്നും ജിതിൻ ജെ നൈനാൻ പറയുന്നു. മാത്രമല്ല സമരസംഗമം നടന്ന ജിതിൻ ജെ നൈനാൻ പോലെ ജയിലിലായ പ്രവർത്തകർക്ക് വേണ്ടിയായിരുന്നു. ആ വേദിയിലെത്തിയാണ് ജെ കുര്യൻ ഇത്ര വിമർശനം നടത്തിയെന്നും പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുര്യനെതിരെയുള്ള രൂക്ഷ വിമർശനം, പോലീസിന്റെ ഒരു പിടിച്ചു മാറ്റില്ലെങ്കിലും അങ്ങയുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രായത്തിൽ അങ്ങ് ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ അങ്ങ് പറഞ്ഞ് കുറച്ചെങ്കിലും ദഹിക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം ജെ കുര്യൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പോലീസ് മർദ്ദനമേൽക്കുകയോ ജയിലിൽ പോകുകയോ ചെയ്തിട്ടില്ല. പകരം ഇത്തരത്തിലുള്ള വിമർശനമാണ് ജെ കുര്യൻ്റെ ശൈലി എന്ന തരത്തിലാണ് ജിതിൻ ജെ നൈനാൻ്റെ വിമർശനം. മറ്റൊരു കാര്യം, അധികാരത്തിൻ്റെ 36 വർഷങ്ങൾക്ക് അങ്ങക്ക് നൽകിയ കോൺഗ്രസിൻ്റെ യുവത്വത്തിൻ്റെ മറുപടിയാണ്. അതായത് ജെ കുര്യനെതിരെ രൂക്ഷ വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അല്പസമയം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. അതിലുമൊക്കെ ഈ ജെ കുര്യനെതിരായ ഉളിയമ്പ് തന്നെ ഉണ്ട് എന്ന് പറയാം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ ജിതിൻ ജെ നൈനാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വരുന്ന കമൻറ്റുകൾ, അത് പലതും നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെയൊക്കെയാണ്. ചില കമൻറ്റിൽ നിന്ന് അസഭ്യ കമൻറ്റും മുതിർന്ന കോൺഗ്രസ് നേതാവും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായി ജെ കുര്യനെതിരുണ്ട്. ഏതായാലും ജെ കുര്യൻ നടത്തിയ വിമർശനങ്ങൾ അത് വരും ദിവസങ്ങളും പൊട്ടിത്തെറിയിലേക്കും അല്ലെങ്കിൽ വലിയ കോൺഗ്രസിനുള്ളിൽ പാർട്ടിയിൽ കലഹം രൂപപ്പെടുന്ന തരത്തിലേക്ക് പോവുകയാണെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അശ്വിത. ശരി, സുജു ടി ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.